വെൽക്കം ബാക്ക്. ഇന്ന് ജൂലൈ 7 ചൊവ്വാഴ്ച. ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഒരു വലിയ അനുഗ്രഹമാക്കി മാറ്റും. ഇന്നത്തെ ഫോക്കസ് വേർഡ് ഡയറിയിൽ നോക്കിയാൽ കാണാം, വിക്ടറി ഇൻ ബാറ്റിൽ. യുദ്ധത്തിൽ ജയം. ഇപ്പോൾ തന്നെ കാണുന്ന എല്ലാവരും ടൈപ്പ് ചെയ്യുക, കമൻറ്റ് സെക്ഷൻ ടൈപ്പ് ചെയ്തിടുക, വിക്ടറി ഇൻ ബാറ്റിൽ. ബുക്കിൽ എഴുതുക, റെഡിയാകുക. Zechariah 4:6 ആണ് ഫോക്കസ് വേഴ്സ്. Not by might nor by power, but by my spirit says the Lord Almighty. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ അത്രേ എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. വാവ്, വളരെ സുപരിചിതമായ ഒന്നാണ് ഈ വാക്യം. അറിയാം. ഡെക്ലറേഷൻ നോക്കുക. The Spirit fights for me. പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. ഐ വിൻ എവറി ബാറ്റിൽ ത്രൂ ഹിസ് പവർ ആൻഡ് വിസ്ഡം. എൻ്റെ ഓരോ യുദ്ധങ്ങളും അവൻ്റെ ശക്തിയാലും ജ്ഞാനത്താലും ഞാൻ ചെയ്യുന്നു. ഇന്നത്തെ ബൈബിൾ റീഡിംഗ് പ്ലാൻ അതേ പേജിലുള്ളത് നോക്കി വായിക്കുക, ടിക്ക് ചെയ്യുക. വിക്ടറി ഇൻ ബാറ്റിൽ. എല്ലാവരും ഒന്ന് പറഞ്ഞ്, യുദ്ധത്തിൽ ജയം. ഞാൻ പട്ടാളത്തിലല്ലല്ലോ യുദ്ധം ചെയ്യാൻ, ഇന്ത്യൻ ആർമിയിലൊന്നും ഞാൻ പോയിട്ടില്ല എന്നായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത്. ഞാൻ എന്ത് യുദ്ധമാണ്, ഞാൻ ആരോടാണ് പടവെട്ടുന്നത്? ബൈബിൾ പറയുന്നുണ്ട്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ജഡരക്തങ്ങൾ ഉദ്ദേശിക്കുന്നത് മനുഷ്യർ. നമുക്ക് പോരാട്ടമുള്ളത് മനുഷ്യരോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോട്, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനോട്, 4 കാറ്റഗറിയിൽപ്പെട്ട പലതിനോടും നമുക്ക് പോരാടാനുണ്ട്. ഇത് കൂടാതെ പലതും നമ്മുടെ ഈ ജീവിതത്തിൽ യുദ്ധം ചെയ്ത് അഥവാ പൊരുതി ജയിക്കേണ്ട രീതിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അപ്പം അതിലൊക്കെ പൊരുതി ജയിച്ചില്ലെങ്കിൽ നമ്മൾ തോൽക്കും. എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? ഏതായാലും വചനം അല്ലെങ്കിൽ കർത്താവ് നമുക്ക് യുദ്ധത്തിൽ ജയം ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ സാധാരണ നമ്മൾ പറയുന്നത് പോലെ നാം ജയിക്കാൻ വേണ്ടിയല്ല യുദ്ധം ചെയ്യുന്നത്, ജയത്തിൽ നിന്നുകൊണ്ട് പൊരുതുകയാണ്. Because victory belongs to the Lord and he has already won the victory. ആ കർത്താവ് നേടിയെടുത്ത ജയത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ പൊരുതുന്നത്. ഓക്കെ, വിക്ടറി ഇൻ ബാറ്റിൽ 4 കാര്യങ്ങൾ പറയുന്നതിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക, എഴുതുക, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടണം. The greatest battles are won by the spirit, not human strength. ഏറ്റവും വലിയ യുദ്ധങ്ങളെല്ലാം ആത്മാവിനാലാണ് ജയിക്കപ്പെടുന്നത്, മനുഷ്യൻ്റെ ശക്തിയാൽ അല്ല. ഒന്നുകൂടി പറയാം, മനുഷ്യൻ്റെ ശക്തിയാലല്ല, മാനുഷിക ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാലാണ് ഏറ്റവും വലിയ യുദ്ധങ്ങളെല്ലാം നാം ജയിക്കുന്നത്. സഖരിയാവിൻ്റെ പ്രവചനത്തിലെ നമ്മൾ നേരത്തെ വായിച്ച 4:6 4-ാം അധ്യായത്തിൻ്റെ 6-ാം വചനത്തിൽ നമ്മൾ വായിച്ച സുപ്രസിദ്ധമായ സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ അത്രേ എന്ന ആ ഭാഗം, ഇത് വാസ്തവത്തിൽ ഈ മെസ്സേജ് പോകുന്ന ആർക്കാണെന്ന് പറയുമ്പോൾ സെറുബാബേൽ എന്ന് പറയുന്ന ഒരാൾക്കാണ്. അദ്ദേഹമാണെങ്കിൽ ഈ ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ അതിഭയങ്കരമായ പ്രയാസം നേരിട്ട, മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ്. So the temple remained unfinished, resources were limited, opposition was very strong. ഇത് എത്ര പണിതിട്ടും തീരുന്നില്ല, വേണ്ടത്ര സാധന സാമഗ്രികളില്ല, അതിൻ്റെ കുറവുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പുറമെ അതിശക്തമായ എതിർപ്പ് നേരിടുന്നു. ഇത് പറഞ്ഞാൽ എനിക്ക് കാര്യം മനസ്സിലാവും. കാരണം നമ്മുടെ കൊച്ചിൻ ബ്ലെസ്സിങ് ടുഡേയുടെ തുടക്കം മുതലുള്ള അതിൻ്റെ പ്രവർത്തനങ്ങളിൽ, ഡെവലപ്മെൻറ്റ്സിൽ, നിർമ്മാണ പ്രവർത്തനങ്ങളിൽ, അതിൻ്റെ ഹോളുകൾ പണിയുന്ന സമയത്ത്, പുതുക്കി പണിയുന്ന സമയത്ത്, മെയിൻ്റനൻസ് നടക്കുന്ന സമയത്തൊക്കെ നേരിട്ടിട്ടുള്ള എതിർപ്പുകൾ ചില്ലറയല്ല. ഒത്തിരി എതിർപ്പുകൾ ചുറ്റുപാട് നിന്നും വരും. അത് നേരിട്ടുള്ള എതിർപ്പുകൾ, ലെറ്ററിലൂടെയുള്ള എതിർപ്പുകൾ, ഫോൺ കോളിലൂടെയുള്ള എതിർപ്പുകൾ, ഇമെയിലിലൂടെയുള്ള എതിർപ്പുകൾ, അത് കൂടാതെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും നമുക്കെതിരെ നീക്കങ്ങൾ നടക്കുന്നു. ഇത്രയും എതിർപ്പുകളുടെ നടുവിലാണ് കഴിഞ്ഞ 2 പതിറ്റാണ്ടിലധികമായി ഇപ്പോഴത്തെ സ്ഥലത്ത്, കൊച്ചിയിലെ ഇപ്പോഴത്തെ സ്ഥലത്ത് ബ്ലെസ്സിങ് ടുഡേ എന്ന
ഈ ദൈവത്താൽ സ്റ്റാർട്ട് ചെയ്ത ഈ ഓർഗനൈസേഷൻ നിലനിൽക്കുന്നത്. അപ്പോൾ സെരുബാബലിനോട് പറയുകയാണ്, ഈ ദേവാലയം പണി നടക്കുമ്പോൾ, ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ അദ്ദേഹത്തോട് പറയുകയാണ്, സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാലത്ര. അപ്പോൾ സപ്പോസ് ഇങ്ങനെ ചിന്തിക്കുക, സെരുബാബേൽ ഇതിൽ നേതൃത്വം കൊടുക്കുകയാണ്. അപ്പം അന്നത്തെ എല്ലാ പണിക്കാരെയും, ആർക്കിടെക്ട്സിനെയും, എല്ലാവിധ കൽപ്പണിക്കാർ, മരപ്പണിക്കാർ, ലോഹപ്പണിക്കാർ എല്ലാവരെയും കൂട്ടിയിട്ട് പറയുകയാണ്, ദൈവം പറയുന്നു, സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാലത്രയെന്ന് യഹോവ അരുളി ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനാലത്രയെന്ന് യഹോവ അരുളി ചെയ്യുന്നു. പണിക്കാൻ എന്തേ അപ്പം ഞങ്ങളാരെയും വേണ്ടേ, ഞങ്ങളൊന്നും പണിയണ്ടേ, ആത്മാവ് പണിതോളൂ, ഞങ്ങൾ പൊക്കോട്ടെ എന്നായിരിക്കും അവർ ചിന്തിക്കുന്നത്. ഇതൊന്നുമല്ല മക്കളെ. ഇവിടെ നോക്ക്, ഗോഡ്സ് ആൻസർ വാസ് നോട്ട് മോർ മാൻ പവർ, മോർ മണി, മോർ ഇൻഫ്ലുവൻസ്. കർത്താവ് പറയുന്നത്, ബൈ മൈ സ്പിരിറ്റ്, എൻ്റെ ആത്മാവിനാലത്രേ. അതായത് ദൈവം പറയുന്നത്, കുറച്ചുകൂടി ആളെ കൂട്ട്, കുറച്ചുകൂടി പണിക്കാരെ കൂട്ട്, കുറച്ചുകൂടി കാശ് സംഘടിപ്പിക്കുക, പിരിവെടുക്കുക, കുറച്ചുകൂടെ സ്വാധീനം ചെലുത്ത്. നോ, കർത്താവ് പറയുന്നു, എൻ്റെ ആത്മാവ് ഇത് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ, എത്ര വലിയ ആൾക്കൂട്ടമുണ്ടെങ്കിലും, എത്ര വലിയ പണിക്കാരുണ്ടെങ്കിലും, സിവിൽ എഞ്ചിനീയേഴ്സ് ഉണ്ടെങ്കിലും, ആരൊക്കെ ഉണ്ടെങ്കിലും, കാശ് എത്ര ഉണ്ടെങ്കിലും, എത്ര ഒഴുകിയാലും, എൻ്റെ ആത്മാവ് ചലിക്കുമ്പോഴാണ് പണി നടക്കുന്നത്. ഇത് ആദ്യമേ മനസ്സിലാക്കുക. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്നു, പലതും ഉണ്ടായിട്ടും പലതും ഇല്ലാഞ്ഞിട്ടും ഇതുവരെ പല കാര്യങ്ങളും പെൻഡിങ്ങിലുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചലിക്കാൻ തുടങ്ങുമ്പോൾ, കോർഡിനേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മാത്രമേ ഈ കാര്യം മുന്നിലേക്ക് പോകും. എല്ലാവരും എന്ന് പറഞ്ഞ്, സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനല്ല അത്രേ. അതിൻ്റെ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ആ വചനം കോപ്പി ചെയ്ത് കമൻറ്റ് സെക്ഷനിലേക്ക് ഒന്ന് ഇടാമോ? എല്ലാവരും ഇവിടെ ഇത് ഒത്തിരി പേര് ഇട്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ, നിങ്ങളിടാതിരിക്കരുത്, നിങ്ങളുടെ പാർട്ട് നിങ്ങളിട്ടോ. ഇതിലൊക്കെ ദൈവപ്രവൃത്തി നടക്കും. 33-ാം സങ്കീർത്തനം 16-17 വചനങ്ങളിൽ, നോ കിങ് ഈസ് സേവ്ഡ് ബൈ ദ സൈസ് ഓഫ് ഹിസ് ആർമി. അവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു രാജാവ് തൻ്റെ സൈന്യബലത്താലല്ല ശക്തി പ്രാപിക്കുന്നത്, ദൈവത്തിൽ നിന്നൊരു തീർപ്പ് വരണം. നോർമലി 2 സൈന്യങ്ങളല്ലേ ഏറ്റുമുട്ടുന്നത്. ഈ വിധി നിർണ്ണയിക്കുന്നത്, ജയം നിർണ്ണയിക്കുന്ന ആരെന്നറിയാമോ? ഇവിടെ എത്ര ആൾ കൂടുതലുണ്ട്, ഇവിടെ എത്ര ആൾ കുറവുണ്ട് അല്ല. ഇവിടെ എത്ര പീരങ്കി കൂടുതലുണ്ട്, ഇവിടെ എത്ര കുറവുണ്ട് നോ. ഇവിടെ കുതിരപ്പട എത്രയുണ്ട്, കാവൽറി അതിൻ്റെ എണ്ണം നോ. ഇൻഫാൻട്രി, ഈ കാലാൾപ്പട ഇവിടെയാണോ അവിടെയാണോ കൂടെ, ഇതൊന്നുമല്ല ഇതിൻ്റെ ഘടകം. ഈ ടീമിൽ ദൈവം ഏത് പക്ഷത്ത്, ഇതാണ് കർത്താവ് നോക്കുന്നത്. ദൈവം ആരുടെ പക്ഷത്ത്? മിക്കവാറും കേസുകളിൽ ഇസ്രായേൽ ജനം പൊരുതുന്ന സമയത്ത് ഇസ്രായേൽ പക്ഷത്ത് വളരെ കുറച്ച് ആളേ ഉള്ളൂ. അപ്പുറത്താണെങ്കിൽ ഒരുപക്ഷെ വലിയ അലയൻസ് ആയിട്ടായിരിക്കും വരുന്നത്. 3, 4, 5 രാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒത്തുചേർന്നായിരിക്കും ഈ ഒരു കൊച്ചുപടയോട് എതിരെ വരുന്നത്. പക്ഷേ ഈ കൊച്ചുപട ഇസ്രായേലിനോടൊപ്പം ദൈവം കൂട്ടിച്ചേർന്ന് നിൽക്കുമ്പോൾ ഇതൊക്കെ ചില നിമിഷങ്ങൾക്കുള്ളിൽ തോൽപ്പിച്ചു വിടാൻ ദൈവത്തിന് സാധിച്ചിരുന്നു. അങ്ങനെയുള്ള ചരിത്രമാണ് ദിനവൃത്താന്ത പുസ്തകത്തിലും രാജാക്കന്മാരുടെ പുസ്തകത്തിലും പല പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത്. ദൈവം ഏത് ടീമിലാണോ, ദൈവം ഏത് സൈന്യത്തോടു കൂടെയാണോ, ആ പാർട്ടി ജയിക്കും, അല്ലെങ്കിൽ ആ രാജ്യം ജയിക്കും. ഇതാണ് സമയം. ചില സമയത്ത് ദൈവം ഇസ്രായേലിനോട് കൂടെ നിന്നില്ല. കാരണം അവരനുസരണക്കേട് കാണിക്കുകയും കൽപ്പനകൾ ലംഘിക്കുകയും വിഗ്രഹങ്ങൾ പറയുകയും ഒക്കെ ചെയ്ത സമയത്ത് ദൈവം അവരുടെ പക്ഷത്ത് നിന്ന് മാറിക്കൊടുത്തു. അപ്പോൾ മറ്റവർ ജയിച്ചു. അതും എഴുതിയിട്ടുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം 31:1, Woe to those who trust in horses but do not look to the Holy One of Israel. കുതിരകളിൽ ആശ്രയിക്കുകയും ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. ചിലരൊക്കെ ഞങ്ങളുടെ പടക്കുതിരകളൊക്കെ ഏതാണെന്നറിയാമോ, എത്ര വെൽ ട്രെയിൻഡ് ആണെന്നറിയാമോ, തളരാതെ യുദ്ധക്കളത്തിൽ നിൽക്കാൻ ഞങ്ങളുടെ കുതിരകൾക്ക് സാധിക്കും. ഒരു കൂട്ടും. കാരണം ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ വേണം, അല്ലെങ്കിൽ ദൈവത്തിൽ വേണം ആശ്രയിക്കാൻ. യോഹന്നാൻ 6:63 ദ സ്പിരിറ്റ് ഗിവ്സ് ലൈഫ്. ആത്മാവാണ് എന്ത് ചെയ്യുന്നത്, ജീവൻ നൽകുന്നത്. ദ ഫ്ലഷ് കൗണ്ട്സ് ഫോർ നത്തിങ്. ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല. So many believers exhaust themselves
trying to accomplish spiritually what only the Spirit can produce. ഒത്തിരി പേർക്ക്, വിശ്വാസികൾക്ക്, ദൈവമക്കൾക്ക്, നമുക്കൊക്കെ പറ്റാവുന്ന അബദ്ധമാണ്. നമ്മൾ പലരും നമ്മിൽ തന്നെ ആശ്രയിക്കുകയും ജഡത്തിൽ ആശ്രയിക്കുക, അല്ലെങ്കിൽ നമ്മിൽ തന്നെ നമ്മുടെ ശക്തിയിൽ ആശ്രയിച്ച് പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ക്ഷീണിച്ച് തളർന്ന് തകർന്നു പോകുന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആത്മാവിന് മാത്രമേ ദൈവിക കാര്യങ്ങൾ ചെയ്തെടുക്കാൻ സാധിക്കൂ. ഒന്ന് ചിന്തിച്ചു നോക്കാമോ? ഈ മോശയും ഇസ്രായേൽ ജനം മുഴുവൻ ചെങ്കടലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ഇന്നത്തെ രീതിയിൽ ചിന്തിച്ചാൽ പോലും എന്തെല്ലാം ടെക്നോളജി, എന്തെല്ലാം കാര്യങ്ങൾ ഉപയോഗിച്ചാലാണ് ഒരു സമുദ്രത്തെ ഒന്ന് വിഭജിച്ച് എന്തെങ്കിലും ഒന്ന് ആളുകൾക്ക് പോകാവുന്നൊരു പാത ഉണ്ടാക്കാൻ സാധിക്കും. ഇന്നും അത് സാധ്യമാണോ? എന്നാൽ കർത്താവ് ചുമ്മാ ഒരു ഉഷ്ണക്കാറ്റടിപ്പിച്ചു, അതങ്ങ് പിളർന്നു. ഇതാണ് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോഴുള്ള വ്യത്യാസം. ഇന്നത്തെ ആധുനികമായ ടെക്നോളജി ഉപയോഗിച്ചാൽ പോലും ഒറ്റ രാത്രി കൊണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ സമയം കൊണ്ട് ഏതെങ്കിലും ഒരു സമുദ്രത്തെ വറ്റിക്കുക മാത്രമല്ല, അതിന് നടുവിലുള്ള ഉണങ്ങിയ നിലത്തൂടെ ഇത്രയും ജനലക്ഷങ്ങളെ, 30 ലക്ഷത്തോളം ആളുകളെ കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാലത്രേ. ഇറ്റ് ഈസ് സോ ഈസി. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട് ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവൊന്ന് പ്രവർത്തിക്കാൻ? ഒത്തിരി ഓടി, പിതാക്കന്മാർ തുടങ്ങി അധ്വാനിച്ചു. ഞങ്ങളും രാവും പകലും ഒക്കെ ഒത്തിരി അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു. എന്നാൽ ഒന്നും നടക്കുന്നില്ല. ആ സമയത്താണ് കർത്താവിൻ്റെ കയ്യിലേക്ക് ചെന്ന് വീണിട്ട്, കർത്താവേ, മനുഷ്യൻ്റെ ഒരു ശക്തിയിലുമല്ല, എൻ്റെ ശക്തിയിലുമല്ല, നീ ആയിട്ട് എന്തെങ്കിലും ചെയ്യണേ എന്ന് പറയേണ്ടത്. ഹായ്, ഒരു വിശേഷ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഈ വർഷത്തെ, അതായത് 2026 ജനുവരി 1 തീയതിയിലേക്ക് നമ്മൾ പ്രവേശിച്ചപ്പം ഒത്തിരി ദൈവികമായ ആരാധനയിലൂടെ നമ്മൾ കടന്നുപോയപ്പോഴൊക്കെ ഒരു പുതിയ ഗിഫ്റ്റൊക്കെ വേണമെന്ന് പലരും പ്രാർത്ഥിച്ചിരുന്നു. അന്ന് ബ്ലെസ്സിങ് ടുഡേ എന്ന് പലരുടെയും കയ്യിൽ കിട്ടിയ ഒരു ഗിഫ്റ്റാണ് ഈ കാണുന്നത്. ദ ഇയർ ഓഫ് ദ സൂപ്പർ നാച്ചുറൽ 2026 എന്ന പേര് കാണുന്ന ഈ ഒരു മനോഹരമായിട്ടുള്ള ഡയറി. ഈ ഒരു ഡയറിയിൽ നിന്ന് ഓരോ മാസവും പ്രത്യേകമായിട്ടുള്ള ഒരു തീമിനെ ആസ്പദമാക്കിക്കൊണ്ട് ബ്രദർ ഡാമിയൻ സംസാരിക്കും. ഓരോ ദിവസവും അതുപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള ഒരു തീം വേഴ്സ് നൽകി അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തതിൻ്റെ 6 മാസം ഇന്ന് തികയാണ്. എന്താ അല്ലേ, കഴിഞ്ഞ 6 മാസമായിട്ട് ഇതിലൂടെ പല ആളുകളും ജൈത്രയാത്ര നടത്തിയിരുന്നു. ഈ ഒരു ജൈത്രയാത്രയിൽ ഓരോ ദിവസവും മുടങ്ങാതെ ഇതിൻ്റെ നോട്ട്സുകളെല്ലാം, ബ്ലെസ്സിങ് ടുഡേയുടെ മോർണിംഗ് ഗ്ലോറിയിൽ വന്നിട്ടുള്ള നോട്ട്സുകളെല്ലാം ഭംഗിയായിട്ട് എഴുതിയിട്ടുള്ളവരും അതുപോലെ തന്നെ മറ്റുള്ളവരെ പഠിപ്പിച്ചിട്ടുള്ളവരും മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്തിട്ടുള്ളവരും ഒക്കെ ഉണ്ട്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടായിരിക്കും. ഈ കഴിഞ്ഞ 6 മാസത്തെ ഈ ഒരു യാത്രയിൽ, ഈ ഒരു ജൈത്രയാത്ര എന്ന് വേണമെങ്കിൽ പറയാം, ഈ ഒരു യാത്രയുടെ ഇടയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ വലിയ അത്ഭുതങ്ങൾ, അനുഭവങ്ങൾ, ഒരുപക്ഷെ നിങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെച്ചപ്പോൾ അവർക്കുണ്ടായിട്ടുള്ള അത്ഭുതങ്ങൾ അല്ലെങ്കിൽ അവർക്കുണ്ടായിട്ടുള്ള അനുഗ്രഹങ്ങൾ, ഇതൊക്കെ ഞങ്ങൾക്കറിയാനായിട്ടൊരു താല്പര്യമുണ്ട്. അതിനു വേണ്ടിയിട്ട് 1 മിനിറ്റ് താഴെയുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരാൻ സാധിക്കും. അതുമല്ലെങ്കിൽ ഒരുപക്ഷെ 1 മിനിറ്റ് താഴെയുള്ള ഒരു ഓഡിയോ മെസ്സേജ് നിങ്ങൾക്ക് അയച്ചു തരാൻ സാധിക്കും. എന്താണ് ഈ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ മാറ്റം, അത് ഞങ്ങൾക്ക് കേൾക്കാനായിട്ട് താല്പര്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ അങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ അയക്കുക. എനിക്കൊന്ന് ഏറ്റവും മനോഹരമായിട്ട് മറ്റുള്ളവരെയൊക്കെ സ്വാധീനിക്കുന്ന തരത്തിൽ നിങ്ങളുടെ ഒരു ടെസ്റ്റ് മണി വരുന്നുണ്ടെങ്കിൽ അതിനൊരു സമ്മാനം ഞങ്ങൾ തരാതിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് വേഗത്തിൽ തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ ചെയ്യുക. ഒരു കാര്യം കൂടെ പ്രത്യേകിച്ച് പറയുകയാണ്, ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ അത് അവിടെ കൂടെ അപ്ലോഡ് ചെയ്യുക. അനേകർ അത് കാണട്ടെ എന്ന് ഞാൻ പ്രത്യേകിച്ച് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ എനിക്കൊന്ന് കഴിഞ്ഞ 6 മാസമായിട്ട് ഇത് എഴുതിയവരുണ്ട്. ഇനിയൊരു 6 മാസം കൂടി നമ്മുടെ മുന്നിലുണ്ട്. നോട്ട്സ് കംപ്ലീറ്റ് ഫില്ല് ചെയ്യുക. എനിക്കൊന്ന് 31 തീയതി വൈകിട്ട് വരുമ്പോൾ ഒരുപക്ഷെ പാസ്റ്റർ ഡാമിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു സർപ്രൈസ് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ വീഡിയോ ഓഡിയോ ഷൂട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇപ്പോൾ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് ദയവായി അയക്കുക. നമ്പർ 2, the real battlefield is often invisible. യഥാർത്ഥ യുദ്ധക്കളം അദൃശ്യമാണ്. യഥാർത്ഥ യുദ്ധക്കളം പലപ്പോഴും അദൃശ്യമാണ്. അതിന് കാരണം ബിഹൈൻഡ് വിസിബിൾ സ്ട്രഗിൾസ് ആർ സ്പിരിച്വൽ റിയാലിറ്റീസ്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന, ജീവിതത്തിൽ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന നിരവധിയായ വലിയ പോരാട്ടങ്ങളുടെയും പുറകിൽ മനുഷ്യരോ ഈ കാണുന്നതൊന്നുമല്ല, പുറകിൽ ചില അദൃശ്യ ശക്തികളുണ്ടെന്നുള്ള കാര്യം മറക്കരുത്.
ഫോർ എക്സാമ്പിൾ ഡാനിയൽ ഫാസ്റ്റഡ് ആൻഡ് പ്രേഡ് ഫോർ 21 days. ഡാനിയലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ, 21 ദിവസം ആ മനുഷ്യൻ ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. പിന്നീടാണ് മനസ്സിലായത്, ഒരു ദൂതൻ വന്നപ്പോഴാണ് മനസ്സിലായത്, നീ പ്രാർത്ഥിച്ച 1-ാമത്തെ ദിവസം തന്നെ നിനക്കുള്ള ഉത്തരം ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടു. പക്ഷേ പാർസി പ്രഭു അവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ടെറിറ്റോറിയൽ സ്പിരിറ്റ്, ഒരു ആത്മാവ്, ഒരു ദുരാത്മാവ്, ഒരു പൈശാചിക ശക്തിയാണ് ഇതിനെ തടുത്തോണ്ടിരുന്നത്. അപ്പോൾ ഈ 21 ദിവസം പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ തടഞ്ഞത് അദൃശ്യമായ ചില ശക്തികളാണ്. അവിടെ ഈ ദൂതൻ മൈക്കൽ അല്ലേ, മിഖായേൽ ദൂതനാണ്, ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു ഈ പ്രഭുവിനെതിരെ, അഥവാ പൈശാചിക. അപ്പം യുദ്ധം നടക്കുന്ന എവിടെയാണ്? അദൃശ്യമായൊരു മണ്ഡലത്തിൽ. ദാവീദ് പ്രാർത്ഥനാ മുറിയിൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചു മുട്ടിക്കുക. യഥാർത്ഥ യുദ്ധം നടക്കുന്നത് വേറൊരു ലെവലിൽ, വേറൊരു മണ്ഡലത്തിലായിരുന്നു. എഫെസ്യ ലേഖനം 6:12 അവർ സ്ട്രഗിൾ ഈസ് നോട്ട് അഗെയിൻസ്റ്റ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അഥവാ മനുഷ്യരോട് അല്ല. 2 Corinthians 10:4, 2 Corinthians 10:4 the weapons we fight with are not the weapons of the world. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ, ഞങ്ങളുടെ യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ അത് ഈ ലോകപ്രകാരമുള്ളതല്ല. നോട്ട് ദ വെപ്പൺസ് ഓഫ് ദ വേൾഡ്. ഈ ലോകത്തിൻ്റെ ആയുധങ്ങളല്ല ഞങ്ങൾ ഉപയോഗിക്കുന്നത്. 18-ാം സങ്കീർത്തനം 29-ാമത്തെ വചനത്തിൽ വിത്ത് മൈ ഗോഡ് ഐ ക്യാൻ സ്കെയിൽ എ വാൾ. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മതിൽ, വൈതരണി, തടസ്സം, കന്മതിൽ എന്താണ്? അതിൻ്റെ മുകളിലൂടെ ചാടിക്കയറാൻ കർത്താവ് സഹായിക്കും. നോട്ട് എവറി പ്രോബ്ലം ഈസ് സോൾവ്ഡ് ബൈ വർക്കിംഗ് ഹാർഡർ. കഠിനാധ്വാനം ചെയ്ത് മാത്രമല്ല എല്ലാ കാര്യങ്ങളും ജയിക്കും. ചിലതിൽ വർക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്, ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. സം ബാറ്റിൽസ് ആർ വൺ ബൈ പ്രേയിങ് ഡീപ്പർ. ചിലത് പ്രാർത്ഥിച്ച്, കുറച്ചുകൂടി ആഴത്തിൽ പ്രാർത്ഥിച്ച് തന്നെ ജയം നേടേണ്ടി വരും. 3-ാമത്തേത് ദ സ്പിരിറ്റ് ഗിവ്സ് സ്ട്രാറ്റജീസ് ഫോർ വിക്ടറി. പരിശുദ്ധാത്മാവാണ് യുദ്ധതന്ത്രങ്ങൾ നമുക്ക് നൽകുന്നത്. ജയത്തിനുള്ള യുദ്ധതന്ത്രങ്ങൾ നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. സോ ഗോഡ് റെയർലി വിൻസ് ബാറ്റിൽസ് ദ വേ പീപ്പിൾ എക്സ്പെക്റ്റ്. സാധാരണ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ, മനുഷ്യർ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല പലപ്പോഴും ദൈവം യുദ്ധം ജയിക്കുന്നത്. നമുക്കൊരു കാൽക്കുലേഷനുണ്ട്, ഇങ്ങനെ ചെയ്താൽ യുദ്ധം ജയിക്കും, ഇങ്ങനെ പോരാടിയാൽ ജയം കിട്ടും. പക്ഷെ ദൈവത്തിൻ്റെത് തീർത്തും വ്യത്യസ്തമായ ഒരു സ്ട്രാറ്റജി ആയിരിക്കാം. ഉദാഹരണത്തിന് ജെഹോഷഫാത്ത് എന്നൊരു രാജാവിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം എന്നാണ് എൻ്റെ ഓർമ്മ. അതെ, അവിടെ അദ്ദേഹം ഈ പട്ടാളക്കാർ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ഏറ്റവും മുമ്പിൽ പോയത് പട്ടാളക്കാരല്ല, സംഗീതക്കാരായിരുന്നു. പാട്ടുകാരാണ് ആദ്യം പാട്ട് പാടിക്കൊണ്ടാണ് യുദ്ധത്തിന് പോകുന്നത്. ഗിഡിയൻ ഫോട്ട് വിത്ത് ട്രംപറ്റ്സ് ആൻഡ് ജാർസ്. ഗിദയോൻ്റെ കാര്യത്തിൽ യുദ്ധതന്ത്രം വേറെയായിരുന്നു. അവിടെ പാട്ട് പാടുന്നവരല്ല, പകരം ഈ മൺകുടവും ഒരു തീപ്പന്തവും ഒരു കാഹളവുമായിരുന്നു അവിടുത്തെ ആയുധങ്ങൾ. വാളോ പരിചയമോ ഒന്നുമല്ല. ജോഷുവ കോൺക്രീറ്റ് ജെറിക്കോ ത്രൂ ഒബീഡിയൻസ് rather than military genius. ഇനി ജോഷുവ വലിയ യെരിഹോ മതിലിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആ മതിലിനെ തകർത്തത് ബുൾഡോസറോ പീരങ്കിയോ വേറെന്തെങ്കിലും ആയുധങ്ങളോ കൊണ്ടല്ല. ശാന്തമായി നിശബ്ദമായി അതിന് ചുറ്റും നടക്കുകയും കാഹളം മുഴക്കുകയും ആർപ്പിടുകയും ചെയ്തപ്പോൾ ഓരോ യുദ്ധത്തിലും യുദ്ധതന്ത്രം മാറുന്നത് കണ്ടോ? ഇപ്പോൾ വചനങ്ങളെ കുറിച്ച് വെക്കുക, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടണം. 2 ദിനവൃത്താന്തം 20:17. അവിടെയാണ് ബാറ്റിൽ ഈസ് നോട്ട് യുവേഴ്സ് ബട്ട് ഗോഡ്സ്. യുദ്ധം നിങ്ങളുടെ അല്ല, യുദ്ധം യഹോവയ്ക്കുള്ളത്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എൻ്റെ യുദ്ധങ്ങളെല്ലാം ദൈവത്തിൻ്റെതാണെന്ന് പറയാം. ഇനി ജഡ്ജസ് 7:7, ന്യായാധിപന്മാരുടെ പുസ്തകം 7:7, വിത്ത് ദ 300 men I will save you. 32,000 പേര് പട്ടാളത്തിലുണ്ടായിരുന്നു, എല്ലാത്തിനെയും പിരിച്ചു വിട്ടു. എന്നിട്ട് ആദ്യം 27,000 പേരൊന്ന് തിരിച്ചു, പിന്നീട് ഒരു 10,000,
പേര് വന്നു. ബാക്കിയുള്ളവരെ കൂടി പറഞ്ഞു. അവസാനം വെറും 300 പേര് മതി. കാരണം 300 പേര് നിൽക്കുമ്പോൾ, ദൈവം കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ, അപ്പുറത്തേക്ക് 3 ലക്ഷം പേരുണ്ടെങ്കിൽ ജയം ഇവിടെ തന്നെയാണ്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ആരുടെ പക്ഷത്താണോ അവർക്കാണ് ജയം. ഞാൻ ചില സഹോദരന്മാരോടും നിങ്ങളുടെ മുഖത്തേക്കും കണ്ണിലേക്കും നോക്കി ഞാൻ പറയാം, ദൈവം നിങ്ങളുടെ പക്ഷത്തുണ്ട്. ആമേൻ പറയാമോ? അങ്ങനെയെങ്കിൽ ജയവും നിങ്ങളുടെ പക്ഷത്താണ്. എഴുതി വെക്കുക, വിശ്വസിക്കുക, ഡിക്ലെയർ ചെയ്യുക. സദൃശവാക്യങ്ങൾ 21:31 വിക്ടറി റെസ്റ്റ് വിത്ത് ദ ലോർഡ്. അവിടെ പറയുന്നത് വിജയം ദൈവത്തിൻ്റെ കയ്യിലാണ്. സോ ദ ഹോളി സ്പിരിറ്റ് പ്രൊവൈഡ്സ് വിസ്ഡം ദാറ്റ് ഹ്യൂമൻ ലോജിക് cannot discover. മാനുഷികമായ ചിന്തകൾക്ക്, തത്വചിന്തകൾക്ക് ഒന്നും ഒരിക്കലും കണ്ടെത്താൻ കഴിയാത്ത രീതിയിലുള്ള ജ്ഞാനമാണ് യുദ്ധമുഖത്ത് ദൈവം നമുക്ക് നൽകുന്നത്. ആ സമയത്ത് ദൈവം തരും. നമ്പർ 4, വിക്ടറി ബിലോങ്സ് ടു ദോസ് ഹു റിമെയിൻ ഡിപ്പെൻഡൻ്റ് ഓൺ ഗോഡ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ആണ് ജയം. ദൈവത്തിൽ ആശ്രയിക്കുന്ന സ്വഭാവമുണ്ടോ? ജയം ഉറപ്പാണ്. ഇന്നല്ലെങ്കിൽ നാളെ ജയം കണ്ടിരിക്കും. ദ ഗ്രേറ്റസ്റ്റ് ഡേഞ്ചർ ഇൻ സ്പിരിച്വൽ വാർഫെയർ ഈസ് സെൽഫ് കോൺഫിഡൻസ്. ആത്മീയ യുദ്ധം നടക്കുന്ന സമയത്ത്, ആത്മീയ പോരാട്ടം നടക്കുന്ന സമയത്ത് ഏറ്റവും വലിയ അപകടം എന്താണെന്നറിയാമോ? അമിതമായ ആത്മവിശ്വാസം. എനിക്ക് പറ്റും എന്നുള്ള വിശ്വാസമാണ്. The moment believers trust their own ability more than God's power, they become vulnerable. എപ്പോൾ വിശ്വാസികൾ സ്വന്തം കഴിവിൽ ഊന്നുകയും ദൈവത്തിൻ്റെ കഴിവിൽ ഊന്നാതിരിക്കുകയും ചെയ്യുമോ, അപ്പോൾ അവർ ആക്രമിക്കപ്പെടാനും പരാജയപ്പെടുത്തപ്പെടാനും പറ്റിയ പരുവത്തിലേക്ക് മാറുന്നു. 44-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വചനത്തിൽ കാണുന്നത്, ഇറ്റ് വാസ് നോട്ട് ബൈ their own sword that they won the land. അവരുടെ വാളുകൊണ്ടല്ല അവർ ദേശത്തെ പിടിച്ചടക്കിയത്. 1 കൊരിന്ത്യർ 15:57 പറയുന്നത്, താങ്ക്സ് ബി ടു ഗോഡ്, ഹി ഗിവ്സ് us the victory. നമുക്ക് എല്ലായ്പ്പോഴും ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. എല്ലായിടങ്ങളിലും കർത്താവ് നമുക്ക് ജയം നൽകും. ജയോത്സവമായി അവൻ നമ്മെ നടത്തും. റോമാലേഖനം 8:37 We are more than conquerors through him who loved us. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം നാം സകലത്തിനും ജയാളിയാകുന്നു, സകലത്തിനും മതിയാകുന്നു. ഇംഗ്ലീഷിൽ പറയുന്നത് വി ആർ മോർ ദാൻ കോൺക്വറേഴ്സ്. സാധാരണ ജയിക്കുന്നവരെക്കാൾ വലിയ ജയാളികളായി നമ്മൾ മാറുന്നു. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിക്ടറി ഈസ് നോട്ട് അച്ചീവ്ഡ് ഫോർ ഗോഡ്, ഇറ്റ് ഈസ് റിസീവ്ഡ് ഫ്രം ഗോഡ്. ദൈവത്തിന് വേണ്ടി നമ്മൾ യുദ്ധം ജയിച്ച് വലിയ അച്ചീവ്മെൻ്റ് ഉണ്ടാക്കിയല്ല ചെയ്യുന്നത്, പകരം ദൈവത്തിൽ നിന്ന് നമ്മൾ ജയം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. ദൈവം ജയാളിയാണ്. ജയാളിയിൽ നിന്ന് ജയത്തെ നമ്മൾ പ്രാപിക്കും. അപ്പം ഞാൻ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയത്തിൻ്റെ ഒരു കൺക്ലൂഷൻ പോലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ചില സമയത്ത് ആത്മീയമായോ വൈകാരികമായോ അല്ലെങ്കിൽ സാമ്പത്തികമായോ ബന്ധങ്ങൾക്കിടയിലോ അല്ലെങ്കിൽ ശുശ്രൂഷപരമായോ ജോലിയിലോ വിദ്യാഭ്യാസത്തിലോ എവിടെയാണേലും ഒരു യുദ്ധമുണ്ടായാൽ അഥവാ പോരാട്ടമുണ്ടായാൽ, ഒരു സ്ട്രഗിൾ ഉണ്ടായാൽ, ദൈവത്തിൻ്റെ വാഗ്ദത്തം മറക്കരുത്. എന്താണത്? നോട്ട് ബൈ മൈറ്റ്, നോട്ട് ബൈ പവർ, ബട്ട് ബൈ മൈ സ്പിരിറ്റ് സേസ് ദ ലോർഡ് ഓൾമൈറ്റി. സൈന്യത്താലല്ല, ചേർന്ന് പറഞ്ഞേ, ശക്തിയാലല്ല, പിന്നെന്താണ്? ദൈവത്തിൻ്റെ ആത്മാവിനാലത്രേ. അപ്പോൾ നമ്മൾ വലിയ യുദ്ധങ്ങളും പ്രശ്നങ്ങളും വരുന്ന സമയത്ത് നമുക്ക് സംഭ്രമമുണ്ടാകാം. എന്നാൽ നമ്മളവിടെ ചെയ്യേണ്ടത് കൂടുതൽ പ്രാർത്ഥിക്കുക. ചില സമയത്ത് യഹോഷാഫാത്ത് ചെയ്തതുപോലെ യുദ്ധത്തിൻ്റെ മുഖത്ത് നമുക്ക് ആരാധിക്കുകയും സ്തുതിക്കുകയും ആയിരിക്കും വേണ്ടത്. സ്ട്രാറ്റജി മാറുന്നു. അതുകൊണ്ട് നമ്മൾ ഈ ദിവസം നമ്മുടെ യുദ്ധങ്ങളെല്ലാം ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച്, ഏതായാലും പൊരുതിയാൽ ഇത്രയൊക്കെ എത്തുള്ളൂ. എന്നാൽ കർത്താവെ, സൈന്യങ്ങളുടെ ദൈവമായി നീ ഇറങ്ങി പൊരുതിയാൽ വലിയ കാര്യങ്ങൾ നടക്കും. അത് വിശ്വസിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾ ചില വലിയ പോരാട്ടം കഴിച്ച്, ഈവൻ പൗലോസ് പോലും പറയുന്നത്, അകത്ത് ഭയം പുറത്ത് ഭയം, ആ പുറത്ത് യുദ്ധം, അകത്ത് ഭയം, അങ്ങനെയുള്ള വലിയ സാഹചര്യങ്ങളിലൂടെ അവരൊക്കെ പോയി.
നമ്മളെല്ലാവരും ചില ഭീതിജനകമായ സാഹചര്യങ്ങളിലൂടെ പോകാം, വലിയ വിഷയങ്ങളെ ഫേസ് ചെയ്യാം. പക്ഷെ അപ്പോൾ ഓർക്കുക, സൈന്യത്താലല്ല, ശക്തിയാലല്ല, അവൻ്റെ ആത്മാവിനാൽ അത്രേ. പ്രാർത്ഥിച്ചാലോ? കൈനീട്ട്. കർത്താവേ, സഹോദരങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ കാര്യങ്ങൾ അങ്ങ് ചെയ്യണമേ. ഇന്ന് നേരിടുന്ന എല്ലാ വിഷയങ്ങളിലും വലിയ വിടുതലുകൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ അനേക വർഷങ്ങളായിട്ടോ പതിറ്റാണ്ടുകളായിട്ടോ പല കാര്യങ്ങളിൽ പോരാടിയിട്ട് എങ്ങെത്താതെ സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഒരു വലിയ ജയത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു വലിയ വിടുതലങ്ങ് കൊടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗികൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വലിയ വിടുതലുകൾ രോഗികൾക്ക് കർത്താവ് കൽപ്പിക്കണം. ഈ TB, ക്ഷയരോഗം പോലെയുള്ള TB രോഗമുള്ള ആരെയോ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. കണ്ണുകളിൽ സൗഖ്യം നടക്കുന്നു, കണ്ണുകളിൽ സൗഖ്യം നടക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. കണ്ണുകളിൽ സൗഖ്യം. ക്യാൻസർ ബാധിച്ച ശരീരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. പല പ്രാവശ്യം മിസ്കാരേജ് ഒക്കെ നടന്ന ചില സഹോദരിമാർ വിശ്വസിക്കുക. കർത്താവ് ശരീരത്തിൽ ഒരു വലിയ വിടുതൽ കൊടുത്ത് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കുന്നതിനായി നന്ദി, ബ്ലെസ് ചെയ്തതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവിൽ അവരെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ ലിങ്കുകൾ അയച്ചു കൊടുക്കണേ. നിങ്ങളുടെ നോട്ട്സ് ടൈപ്പ് ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഒത്തിരി പേർക്ക് അത് അയച്ചു കൊടുക്കുക. വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അയച്ചു കൊടുക്കുക. നിങ്ങളിതിൻ്റെ ഒരു ബൈബിൾ സ്റ്റഡി എടുത്തു കൊടുക്കുക. എത്ര പേര് മോർണിംഗ് ഗ്ലോറി കാണുന്നുണ്ടാവും? ബാക്കിയുള്ള എത്രയോ ജനങ്ങൾ കിടക്കുകയാണ്. അവരൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.